കാവലുംപാറ പഞ്ചായത്തിലെ കരിങ്ങാട് മലയിലെ 10 ഏക്കറിൽ കുടിവെള്ള പദ്ധതിയുടെ 25ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. കേരളത്തിൽ ആദ്യമായാണ് ഒരു കുടിവെള്ള പദ്ധതിയുടെ വാർഷികാഘോഷ പരിപാടി സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ കാവലുംപാറ പഞ്ചായത്തിലെ കരിങ്ങാട് 10 ഏക്കർ ഭാഗത്ത് 25 വർഷം മുൻപ് താമസിച്ചിരുന്ന 40ഓളം കുടുംബങ്ങൾക്ക് ഏറെ പ്രയാസം കുടിവെള്ളം എന്നതായിരുന്നു. ഏറെ ദൂരം തലച്ചുമടായി വെള്ളം കൊണ്ടുവരണം. ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ 10 ഏക്കർ ഭാഗത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പരിശ്രമിച്ചു. 2000-ൽ ജനകീയാസൂത്രണം നിലവിൽ വന്നപ്പോൾ 10 ഏക്കർ കുടിവെള്ള പദ്ധതിക്കായി കാവലുംപാറ ഗ്രാമപഞ്ചായത്ത് 50,000 രൂപ അനുവദിച്ചു. ജനങ്ങൾ കഠിനാധ്വാനത്തിലൂടെ കുന്നിൻ പ്രദേശത്ത് തന്നെ കുളം നിർമ്മിച്ച് വൈദ്യുതിയുടെ സഹായമില്ലാതെ തന്നെ ജലം ടാങ്കിലെത്തിക്കുകയും 40 കുടുംബങ്ങൾക്കും കുടിവെള്ളം വിതരണം ചെയ്യുകയും ചെയ്തു. പിന്നീടിങ്ങോട്ട് 10 ഏക്കർ ഭാഗത്ത് കുടിവെള്ളത്തിന് ക്ഷാമമുണ്ടായിട്ടില്ല. 10 ഏക്കർ കുടിവെള്ള പദ്ധതിയുടെ 25ാം വാർഷികം വിവിധ പരിപാടികളോടെ നാട്ടുകാർ ആഘോഷിച്ചു. 25 വർഷം മുൻപ് കുടിവെള്ള പദ്ധതിക്ക് പണം അനുവദിച്ച അന്നത്തെ കാവലുംപാറ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനുമായ പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ തന്നെ നിങ്ങൾ 10 ഏക്കർ കുടിവെള്ള പദ്ധതി 25 വർഷം നിങ്ങൾ ആഘോഷിക്കുമ്പോൾ ഞാൻ സുഗുണനോട് പറയുന്നത്, ഇത് നമ്മുടെ നാട് ആഗ്രഹിച്ചൊരു കാര്യമാണ്. എന്തുകൊണ്ട് നമ്മൾ വിവാഹ വാർഷികം വെക്കുന്നു? നമ്മുടെ ജീവൻ്റെ തന്നെ അടിസ്ഥാനമായിട്ടുള്ള കുടിവെള്ളത്തിന് വേണ്ടി വാർഷികം വെച്ച അത്ര ഉയർന്ന ബോധം കാണിച്ച ഈ കരിങ്ങാട്ടുകാരെ അഭിനന്ദിച്ചേ മതിയാകുമോ? അതാണ് ഞാൻ പറയുന്നത്. ഈ കമ്മിറ്റിയെ നിങ്ങൾ നിസ്സാരമായി കാണണ്ട. ഒരു കുടിവെള്ള പദ്ധതി ഒരു പ്രദേശത്തുണ്ടായപ്പോൾ അത് ഞങ്ങളുടേത് കൂടിയാണ് എന്ന ഒരു തോന്നൽ നിങ്ങളിലുണ്ടായി. അതൊരു ചെറിയ കാര്യമല്ല. എനിക്ക് കൂടി പങ്കാളിത്തമുള്ള എൻ്റേതു കൂടിയായ ഞാനും കൂടി സംരക്ഷിക്കുന്ന പദ്ധതിയാണിത്. ജനകീയാസൂത്രണത്തിൻ്റെ കാതൽ അതാണ്. ഇത് എൻ്റേതു കൂടിയാണെന്നുള്ള ബോധ്യം ഉണ്ടാക്കിക്കൊണ്ടാണ് വികസന പ്രവർത്തനങ്ങൾ നടക്കേണ്ടത്. സ്ഥിരം സമിതി അധ്യക്ഷൻ കെ പി ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ പി കെ പുരുഷോത്തമൻ, കെ വി തങ്കമണി, രജീഷ് കെ വി, ബാബു പി കെ, പി ജി സുധീഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി.